ഗൈസ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ അപ്പോൾ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസും ഇടുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഗൈസ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നല്ല കാര്യം പറഞ്ഞു തുടങ്ങാം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതൊരു CRO എന്നൊരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിനകത്ത് നിങ്ങൾക്ക് ഈ സൈറ്റിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ടീഷർട്സും ബാക്കി സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിലൊക്കെ കിട്ടും. നിങ്ങൾ മാക്സിമം ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക, എല്ലാവരും വാങ്ങിക്കുക, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഇതാണ് അതിൻ്റെ പ്രൊഡക്ട്സ് വരുന്നത്. നമുക്ക് എല്ലാത്ത ടീഷർട്സും അങ്ങനെ പല ഫോൺ കേസിൽ പലതരം കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തേക്കാം. എല്ലാവരും കയറി നോക്കുക, അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസൊക്കെയാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. എല്ലാവരും കയറി വാങ്ങിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ബാലൻ ദ ബോയ് ഉള്ള സിനിമ കാണാൻ വന്നിരിക്കുന്നത്. എന്താ പറയുക, ഫസ്റ്റ് ഡേ തന്നെ ഇത് കാണാനുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിദംബരം മുമ്പത്തെ മഞ്ഞുമൽ ബോയ്സ് അത്യുഗ്രൻ സംഭവമായിരുന്നല്ലോ. എൻ്റെ ഓളം ഉണ്ടാക്കിയൊന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എത്ര ദിവസം തിയേറ്ററിൽ ഓടിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാനത് കണ്ടത് എനിക്ക് എക്സാം ആയിരുന്നു ആ സമയത്ത്. ഞാനത് കണ്ടത് തന്നെ 100ാമത്തെ ദിവസം കണ്ടത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. എന്നിട്ടും ആ സിനിമ ഹൗസ്ഫുള്ളായിരുന്നു. അതാണ് ചിദംബരത്തിൻ്റെ ഒരു മാജിക് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇറങ്ങുന്ന സിനിമയാണ് നമ്മുടെ ബാലൻ ദ ബോയ്, ജിത്തു മാധവൻ ടീം എല്ലാം സുഷിൻ ശ്യാം, അതായത് ചിദംബരത്തിൻ്റെ ടീം വെച്ച് തന്നെയാണ് ഇവർ ഈ ബാലൻ ദ ബോയ് ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പുതിയ, അതായത് നമുക്ക് പുതിയ ആക്ടേഴ്സൊക്കെ നമുക്ക് കണ്ട് വേറെ അങ്ങനെ സിമിലർ ആയിട്ടുള്ള അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രെയിലർ കണ്ടപ്പോഴൊന്നും. അപ്പോൾ നമുക്ക് സിനിമയുടെ എന്താ കൂടുതൽ വിശേഷം ഇതൊക്കെ ഒന്നും പോകണ്ട. അതായത് നല്ല പ്രതീക്ഷയുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒന്നും അറിയാതെ വരിക, അതായത് ഒരു സസ്പെൻസോ ഒരു റൂമേഴ്സോ ഒന്നും അറിയാതെ ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ട്. സോഷ്യൽ ഏരിയസ് പ്ലസ് തന്നെ ഓഡിമണിൽ എനിക്ക് തോന്നുന്നു ഹൗസ്ഫുള്ളാണ് ഷോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻ്റർവെല്ലായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. നല്ല പ്രതീക്ഷയുണ്ട്. ചിദംബരത്തിൻ്റെ ഇതിനകത്ത് എന്ത് മാജിക്കാണോ എന്തോ കാണിക്കാൻ പോകണം. എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നമുക്ക് ഇൻ്റർവെല്ലാവട്ടെ. ഗൈസ്, ഞാൻ നേരത്തെ എത്തിയോണ്ടാണ് ഇവിടെ തിയേറ്ററിൽ ആരും ഇല്ലാത്തത്. അല്ലാതെ ഷോ ഹൗസ്ഫുൾ അല്ലാതൊന്നും വിചാരിക്കേണ്ട. ഷോ ഏകദേശം ഹൗസ്ഫുൾ ആയിരുന്നു. നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ നോക്കുമ്പോഴേ ഏരിയസ് പ്ലസിൻ്റെ റിവ്യൂ നോക്കുമ്പോഴേ മനസ്സിലാവും ഷോ ഹൗസ്ഫുള്ളാണ്. ഞാൻ നേരത്തെ ഇവർ ഡോർ തുറന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമേ ടിക്കറ്റ് കാണിച്ച് കയറി. അതുകൊണ്ടാണ് എല്ലാവരും വരുന്നതേ ഉള്ളൂ. കുറച്ച് പേരായിട്ടൊക്കെ കയറുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, അല്ല വേറെ ഒന്നും വിചാരിക്കല്ലേ. ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പറയാം, ചിദംബരത്തിൻ്റെ ഒരു വേറെ ലെവൽ മാജിക് തന്നെ പറയാതിരിക്കാൻ വയ്യ ബാലൻ എന്നുള്ള സിനിമ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് പോലെ തന്നെ ഇതൊരു ഫുൾ റേഷ്യോ സിനിമയല്ല, ഹാഫ് സ്ക്രീനാണ്. നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം, നമ്മുടെ ഒബ്സഷൻ്റെ ഒക്കെ റേഷ്യോ ഇല്ലേ, അതുപോലത്തെ ഒരു റേഷ്യോ ആണ്. അപ്പോൾ അതൊക്കെ വിടും. പക്ഷേ സിനിമ വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് തുടക്കം കുറച്ച് ലാഗാണെങ്കിൽ, പക്ഷേ ഒരു 10 മിനിറ്റ് ലാഗാണെങ്കിൽ പോലും ബാക്കി പടം കുത്തി കയറുന്നുണ്ട്. വേറെ ലെവൽ. അതായത് ഒരു അമ്മച്ചി വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അവരാണ് ഈ സിനിമയ്ക്കകത്ത് ഈ സിനിമയ്ക്കകത്തല്ല, അങ്ങനെയല്ല, അവരാണ് കുറച്ചും കൂടെ പവറായിട്ടിരിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതുപോലെ തന്നെ ഈ അമ്മയായിട്ട് ബാലന് ഒരു അമ്മയായിട്ട് വരുന്ന എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാരൊക്കെ എന്ന് തോന്നുന്നു മിക്കതും. പിന്നെ മിക്കതും പുതിയ ആൾക്കാരാണ്. പിന്നെ നമ്മുടെ സർവ്വമായിലൊക്കെ കണ്ട 2-3 പേരുണ്ട്, അല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെ എല്ലാവരും പുതിയ ആൾക്കാരാണ്. പുതിയ ആൾക്കാരില്ലല്ലോ കാര്യം. പക്ഷേ ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ. അതായത് ഒരു അമ്മ മോന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാട്, ആ ഒരു ട്രോമയെന്നൊക്കെ എന്തുമാത്രം വന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് മകന് വേണ്ടി അമ്മ എന്തും ചെയ്യുക, ഏത് രാജ്യത്ത് എവിടെ വേണമെങ്കിലും മകനെയും കൊണ്ട് മകനെ ജീവിക്കാൻ വേണ്ടി പോകുന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നല്ല വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു അമ്മ മോൻ ബന്ധം നല്ല രസമായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ അമ്മയെ പറ്റിയാണ് പറയുന്നത്. അമ്മ മോൻ ബന്ധം, അമ്മ മോന് വേണ്ടി കുറേ ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. നമുക്ക് ഇനി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഗൈസ്, പടം സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പറയാം, സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ വേറെ ലെവൽ. ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ട് ഒരു മൂഡ് അടിച്ചിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് അതിക്കും മേലായിട്ട് സെക്കൻഡ് ഹാഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ആ പയ്യനായിട്ട് അഭിനയിച്ച പയ്യൻ്റെ ആക്ടിങ്ങും അതുപോലെ അമ്മയുടെ ആക്ടിങ്ങും ഒക്കെ വേറെ ലെവൽ. ക്ലൈമാക്സ് ലെവൽ ട്വിസ്റ്റ്, ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല ക്ലൈമാക്സിൽ. അതായത് ഞാൻ ഒന്നും അറിയുന്നില്ല, ഫസ്റ്റ് ഷോ ഇല്ല, ഒന്നും അറിയുന്നില്ല, റൂമേഴ്സും അറിയുന്നില്ല. അങ്ങനെ ഒന്നിരുന്ന് കാണേണ്ട ഒരു ഫീൽ വേറെ തന്നെ. ഫസ്റ്റ് ഷോയൊക്കെ കാണുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ ഒരു ക്ലൈമാക്സിന് ട്വിസ്റ്റ് കാണുമ്പോൾ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പിന്നെ ഒരു ക്യാമിയോ വരുന്നുണ്ട് ഇതിനകത്ത്, ഒരു ക്യാമിയോ വരുന്നുണ്ട് ഇതിനകത്ത്. ആരൊന്നും ഞാൻ പറയുന്നില്ല, ആ ക്യാമിയോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ആക്ടിങ് ആയിരുന്നു ക്യാമിയോയ്ക്ക്. നല്ല ആ ഒരു പക്ക ജിത്തു മാധവൻ സ്റ്റൈൽ മേക്കിംഗ് തന്നെ. എന്ത് കളർ ഗ്രേഡിംഗ് ആയാലും ചിദംബരത്തിൻ്റെ പക്ക ആ ലെവൽ മേക്കിംഗ് തന്നെ. ആ ഒരു മഞ്ഞമൽ ബോയ്സ് ടച്ച് കല്ല്, ആ ഒരു കാർട്ടൂണിലൊക്കെ എടുത്തിരിക്കുന്നത് അതേ മെറ്റീരിയൽ. അപ്പോൾ എന്താ പറയുക, സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനേക്കാളും വേറെ ലെവൽ. ഫസ്റ്റ് ഹാഫ് കൊള്ളൂലെന്നെല്ലാം പറഞ്ഞത്. ഫസ്റ്റ് ഹാഫ് കണ്ട് അടിപൊളിയായിട്ട് ഇരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് അതുക്കും മേലേന്നേ ഞാൻ പറയുന്നുള്ളൂ. അതുക്കും മേലെന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരു സിമ്പിൾ പടം, ഒരു ഹൈ മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു പടം ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് മലയാളത്തിൽ എനിക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു സിമ്പിൾ പടം, അതായത് ഈ ഇടക്കാലത്ത് ഒരു സിമ്പിൾ പടം. ഇത് വേറെ ഹൈ മൂവ്മെൻറ്റ്സോ വേറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ ഒന്നുമില്ല. ഒരു ക്യാമിയോ
ഉണ്ട് അത്ര തന്നെ. വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെ ഒന്നുമില്ല. ഒരു നോർമൽ പുതിയ ആൾക്കാരെ വെച്ച് എങ്ങനെ കിടിലം സിനിമ എടുക്കാൻ. ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ ഒരു അമ്മച്ചിയുണ്ട്, വേറെ ലെവൽ. അതുപോലെ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ ആ പയ്യൻ്റെ ആക്ടിങ് നല്ല റിസൾട്ട് ആയിട്ടുള്ളൂ. ആ ഒരു കഥയെ നമുക്ക് നല്ല രീതിയിൽ ഇമോഷണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നല്ല രീതിയിൽ ഇമോഷണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ കഥയിൽ. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് വേറെ ലെവൽ തന്നെ പറയാം. ആ ഒരു കഥയ്ക്കും ആ ഒരു ഇമോഷണൽ ആ ഒരു സീനിനെ മാച്ച് ആവുന്നുള്ള രീതിയിൽ പക്ക ലെവൽ മ്യൂസിക്, ആ ഇമോഷണൽ ട്രാക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ ക്ലൈമാക്സ് നമുക്ക് അങ്ങ് ഇമോഷണലാവും, നല്ല രീതിയിൽ ഇമോഷണലാവും. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതായത് ഇനി ഒന്നും അറിയില്ല, നമ്മൾ ഫസ്റ്റ് ഡേ വരുമ്പോൾ ഒന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ലെവൽ കാണുമ്പോൾ വേറെ ലെവലായിട്ട് എനിക്ക് തോന്നി. കിടിലൻ എക്സ്പീരിയൻസ്. നിങ്ങൾ കാണാത്ത ഒരാൾക്കാരാണെങ്കിൽ മാക്സിമം തിയേറ്റർ തന്നെ പോയിരുന്നത് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു വേറെ ലെവലായിരിക്കും, നിങ്ങൾക്ക് എന്തായാലും ഒരു വേറെ ലെവൽ അനുഭവമായിരിക്കും. കാരണം ചിദംബരത്തിൻ്റെ വേറെ ലെവൽ ഒരു മാജിക്കാണ് ഇത്. എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഞാൻ ഒരു 10 ഒരു 8 കൊടുക്കുക, 8.5 കൊടുക്കുക, 8.5 കൊടുക്കുക. അത്രയും ആ ലെവൽ മേക്കിംഗ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഗംഭീരം എന്ന് പറഞ്ഞാൽ എനിക്കും പറഞ്ഞില്ല, ഒരു ഇങ്ങനെ ഒരു ഇടക്കാലത്ത് ഒരു സിമ്പിൾ പടമായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു മാസല്ല ഒരു മാസ് പടമല്ലേ. അതായത് ഇങ്ങനെ സിമ്പിൾ പടമായിട്ട് ഇറങ്ങി നമുക്ക് നല്ല രീതിയിൽ ആ കഥയായിട്ട് നമുക്ക് ഒരു ഇമോഷണലായിട്ടൊക്കെ ഫീൽ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ 2020 ആ സമയത്തൊക്കെ എനിക്കൊന്ന് ഇതായിരിക്കും തോന്നുന്നു ബെസ്റ്റ്. മഞ്ഞുമൽ ബോയ്സ് ഓക്കെ സമയത്ത്, പക്ഷേ അതിനേക്കാളും വേറെ ലെവൽ സാധനം. മഞ്ഞുമൽ ബോയ്സ് ഒരു പക്ക ലെവൽ എക്സ്പീരിയൻസ്, പക്ഷേ ഇത് ചിദംബരത്തിൻ്റെ വേറെ ലെവൽ മാജിക്. രണ്ടും പീക്ക് സാധനം തന്നെ, പക്ഷേ ഈ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു മഞ്ഞുമൽ ബോയ്സ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. ഇത് ഒരു പക്ക ലെവൽ ചിദംബരത്തിൻ്റെ മേക്കിംഗ് ആണ്. ഗംഭീരം. നിങ്ങൾ തിയേറ്റർ തന്നെ പോയിരുന്നത് കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ക്രിപ്റ്റിംഗ്, നല്ല മ്യൂസിക്, എന്തുകൊണ്ടും അടിപൊളി തന്നെ പറയാം. അതായത് പിന്നെ ലാലിൻ്റെ മോനുണ്ട്, ലാൽ ജൂനിയർ ഉണ്ട്, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ലാലിൻ്റെ മോനില്ല, അയാളും ഇതിനകത്തുണ്ട്. അതൊരു പോലീസുകാരനായിട്ട് വരുന്നത്. വേറെ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആരുമില്ല. പിന്നെ എനിക്കൊന്ന് സർവ്വമായിൽ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു കൂട്ടുകാരനായിട്ട് വരുന്നുണ്ട്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. ആ ഒരു അയാളും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ ചേട്ടൻ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ഒരു പുതിയ ആൾക്കാർ, അങ്ങനെ വലിയ വലിയ ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെ എടുത്താലും പടം ഹിറ്റാവും എന്നുള്ള കാര്യം ഉറപ്പാന്നുള്ള കാണിച്ചിട്ടുണ്ട് ചിദംബരം. വേറെ ലെവൽ, വേറെ ഒന്നും പറയില്ല. അതായത് ക്ലൈമാക്സ് ഒക്കെ നമ്മൾ എല്ലാവരും കൈ അടിച്ചു ആ രീതി നമ്മളെ കൊണ്ട് വെറുതെ ഇരുന്നാൽ പോയി ആ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ഫുൾ കൈ കൊട്ടി നമ്മൾ ആ ഒരു ക്ലൈമാക്സ് നമ്മൾ കാണും. അതായത് വേറെ ഒന്നും നമ്മൾ ഫസ്റ്റ് ഡേ അറിയാതെ വന്നുകൊണ്ട് എന്തായാലും നിങ്ങൾ പോയി കാണുക. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽ തന്നെ പറയാം. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വേറെ ലെവൽ സാധനം തന്നെ ചിദംബരത്തിൻ്റെ വേറെ ലെവൽ മാച്ച്. ഇതുപോലത്തെ കിടില സിനിമകൾ ഇനി ഇറങ്ങട്ടെ. ഇനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ ഞാൻ വരുന്ന മൂവീസിൻ്റെ റിവ്യൂസൊക്കെ എടുത്തിടാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. വേറെ ഇപ്പോഴും ആ ഒരു രോമാഞ്ചം ക്ലൈമാക്സിൽ മാറിയിട്ടില്ല. ഗംഭീര സാധനം തന്നെ, പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴും വേണം മസ്റ്റ് തിയേറ്ററായിട്ട് നിങ്ങൾ കാണാത്ത ഒരാൾക്കാരാണെങ്കിൽ മാക്സിമം തിയേറ്റർ തന്നെ പോയിരുന്നത് കാണുക. അതുപോലെ തന്നെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് വഴി പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.